എങ്ങനെ വീഴുന്നുണ്ട് എന്ന് അദ്ദേഹം ചിന്തിക്കുന്നതിലേക്ക് മാറുന്നത്. അത് പരീക്ഷിച്ച് നിരന്തരമായി പരീക്ഷിച്ച് നിരീക്ഷിച്ചാണ് അദ്ദേഹം എല്ലാ വസ്തുക്കളും ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ള സിദ്ധാന്തം ആദ്യമായി മുന്നോട്ട് വെച്ചത്. അതിനെ നമ്മൾ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ സംശയിക്കുകയും ഏത് കാര്യത്തെയും സംശയിക്കുകയും ആ സംശയത്തെ അത് ചോദ്യം ചെയ്യുകയും അതിനെ നിരീക്ഷിച്ച് എന്താണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നതാണ് യുക്തി. ആ യുക്തിയാണ് ശാസ്ത്രത്തിൻ്റെതായ രീതി. അങ്ങനെ ശാസ്ത്രം മനുഷ്യൻ ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ഓരോ അറിവുമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാവിധ സുഖ സൗകര്യങ്ങളും. മനുഷ്യൻ്റെ ഇന്നുവരെയുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മളാണ് ഏറ്റവും സുഖകരമായി ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മൾ മാവേലി നാട് കാണിടുന്ന കാലത്തെപ്പറ്റി, ഒരു പഴയ കാലത്തെപ്പറ്റി, ഒരു ഭൂതകാലം, നല്ലൊരു കാലം ഉണ്ടായിരുന്നു എന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാലം ഭൂതകാലത്തിലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. മനുഷ്യൻ ഇന്നുവരെ ഉണ്ടാക്കിയ അറിവ് കൊണ്ടാണ്, യുക്തിയിലൂടെ ചിന്തിച്ചുണ്ടായിട്ടുള്ള അറിവിലൂടെയാണ് അവൻ ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളും, നമ്മുടെ സുഖം തരുന്ന എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും സുഖകരമായി ജീവിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടേത്. നമ്മൾ ഇത് പറയുമ്പോഴും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധവും അതുപോലെ തന്നെ പലായനങ്ങളും കൂട്ടക്കൊലകളുമൊക്കെ അരങ്ങേറുന്നുണ്ട്. അതിന്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് നമുക്ക് പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഇതെല്ലാം തന്നെ ചില ആളുകളുടെ മൂഢമായ വിശ്വാസങ്ങളിൽ നിന്നാണ്. ഈ വിശ്വാസങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? വിശ്വാസങ്ങൾ രൂപപ്പെടുന്നത് ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളുടെയും പാരമ്പര്യവുമായിട്ടാണ് ഈ വിശ്വാസങ്ങൾ നമ്മളിലേക്ക് വരുന്നത്. ഇത്തരം വിശ്വാസങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യാറില്ല. കാരണം നമ്മുടെ മുൻ തലമുറകൾ നിരന്തരമായി ആചരിച്ചുകൊണ്ടിരുന്ന, അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെ നമ്മൾ സാധാരണയായി ചോദ്യം ചെയ്യാറില്ല. ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അവസ്ഥയില്ല. എല്ലാ കാര്യങ്ങളെയും അവൻ ചോദ്യം ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം യുക്തിവാദികളാണ്, ഒരു പ്രത്യേക വർഗക്കാരാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നൊക്കെ പലരും സാധാരണ ജനങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും യുക്തിവാദികൾ തന്നെയാണ്. ഒരു 90% കാര്യങ്ങളിലും എല്ലാവരും യുക്തി പ്രയോഗിക്കുന്നുണ്ട്. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകണം എന്ന് ചിന്തിക്കുന്നത്, മരുന്ന് കഴിക്കണമെന്നൊക്കെ ചിന്തിക്കുന്നതെല്ലാം യുക്തിയാണ്. അത് എല്ലാ മനുഷ്യരും ചെയ്യുന്നുണ്ട്. പക്ഷേ വിശ്വാസത്തിന്റെ കാര്യത്തിൽ, ദൈവത്തിന്റെ കാര്യത്തിൽ, മതത്തിന്റെ കാര്യത്തിൽ ഇതിലൊന്നും തന്നെ നമ്മൾ ചോദ്യം ചെയ്യുക, സംശയിക്കുക എന്നുള്ളത് കൊണ്ടുവരാറില്ല. അതാണ് യുക്തിവാദികളും മറ്റ് വിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എന്തിനാണ് നമ്മൾ ശാസ്ത്രീയമായി ചിന്തിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, പല സ്ഥലങ്ങളിലും യുദ്ധവും കെടുതികളും സംഭവിക്കുന്നത് വിശ്വാസത്തിന്റെ പുറത്താണ്. നമുക്കറിയാം, ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങൾ, പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾ, കടുത്ത വിശ്വാസികളാണ് അവിടെ ഉള്ളത്. അതും ഒരേ മതത്തിൽ വിശ്വസിക്കുന്ന, ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. പക്ഷേ സ്വൈരമായി ജീവിക്കുവാൻ അവിടെയുള്ള ആളുകൾക്ക് സാധിക്കുന്നില്ല. കാരണം എന്നാണ്, എപ്പോഴാണ് ബോംബ് പൊട്ടുന്നതെന്ന് അറിയില്ല. ഒരേ വിശ്വാസികൾ തന്നെ പരസ്പരം ബോംബ് പൊട്ടിച്ച് മരിക്കുന്ന, കൊല്ലുന്ന ഒരു കാലമാണ്, ഈ സ്ഥലങ്ങളാണ് ഈ പാകിസ്ഥാനിലെ പോലുള്ള മതരാഷ്ട്രങ്ങൾ ഭൂരിഭാഗമുള്ളത്. ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം പടർന്നു കയറിയിട്ടുള്ള ഇസ്ലാമിസം അവിടെയുള്ള ജനങ്ങളെ ആഭ്യന്തര യുദ്ധത്തിലേക്കും അതുപോലെ തന്നെ നിത്യമായ കെടുതികളിലേക്കും നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാം വിശ്വാസത്തിന്റെ പേരിലാണ്. പരസ്പരം ഗോത്രീയ വൈരം കാരണം ഗോത്രങ്ങൾ തന്നെ വിശ്വാസത്തിന്റെ പേരിൽ. ഇപ്പൊ ഓരോ വിശ്വാസം ഞാൻ പറഞ്ഞല്ലോ, പാകിസ്ഥാനിൽ ഓരോ വിശ്വാസിയാണുള്ളെങ്കിൽ പോലും പരസ്പരം കൊല്ലുന്നത് എന്തുകൊണ്ടാണ്? അയാളുടെ വിശ്വാസം ഗ്രേഡ് കൂടിയതാണോ കുറഞ്ഞതാണോ എന്ന് ചിന്തിച്ചിട്ടാണ്. അയാൾ അല്പം വിശ്വാസം കൂടുതലാണോ, വിശ്വാസം കുറവാണോ എന്ന് ചിന്തിച്ചിട്ടാണ് പരസ്പരം കൊല്ലുന്നത്. അപ്പോൾ വിശ്വാസത്തിൽ തന്നെ പല ഗ്രേഡുണ്ട്. അത് തന്നെ നിർവചിക്കാൻ സാധിക്കാത്തതാണ്. കാരണം ഈ പറയുന്ന ദൈവങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും മൂർത്തികളോ ഒന്നും തന്നെയും നിയതമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ആർക്ക് തന്നെ എന്ത് വേണമെങ്കിലും പറയാം. ഇതാണ് ബ്രഹ്മം, പിന്നെ
കാക്രി പൂക്രി എന്നൊക്കെ എന്ത് വേണോ പറയാം. അപ്പൊ ഇതൊക്കെ ഒരു ഡെഫിനേഷനുമില്ല, ആളുകളുടെ ഈ ചിന്തകളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അവരുടെ ഭാവനകൾക്കനുസരിച്ചിട്ടാണ് ദൈവങ്ങളെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ മനുഷ്യന്റെ തന്നെ ഭാവനയുടെ ഉൽപ്പന്നമാണ് ദൈവങ്ങൾ. അപ്പൊ ഈ ദൈവങ്ങൾ പ്രത്യേകിച്ച് ഒരു ഡെഫിനേഷൻ പറയാനില്ലാത്തതുകൊണ്ട് തന്നെ ആരാണ് കൂടുതൽ വിശ്വാസി, ആരാണ് കുറഞ്ഞ വിശ്വാസി എന്ന് ആർക്കും പറയാൻ സാധിക്കാത്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പരസ്പരം വിശ്വാസികൾ തമ്മിൽ കൊല ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമല്ല മറ്റൊരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ അയാൾ ഞങ്ങൾക്കൊരു പ്രത്യേകിച്ചൊരു തിന്മ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അയാളെ ശത്രുവായി കാണുക എന്നുള്ളതാണ് നമ്മുടെ രീതി. നമുക്കറിയാമല്ലോ ഇന്ത്യയുടെ സ്ഥിതി. ഇന്ത്യയിൽ ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു മതം, അതിനെ തന്നെ ആളുകളെ കമ്പാർട്ട്മെന്റായി തിരിച്ച് ഈ കമ്പാർട്ട്മെന്റിലുള്ള ആളുകൾക്ക് ഇന്ന കാര്യങ്ങളെ ചെയ്യാവൂ, ഈ കമ്പാർട്ട്മെന്റിലുള്ള ആളുകൾ വളരെ അധമരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മതവിശ്വാസമാണ് ഹിന്ദുമതം. അപ്പോൾ ഒരേ മതത്തിൽ തന്നെ ആളുകളെ ഗ്രേഡായി തിരിച്ച് അവർക്ക് ഇന്ന അവകാശങ്ങൾ പാടില്ല എന്ന് പറയുന്നതാണ് വിശ്വാസികളുടെ ഒരു സ്വഭാവം. ഈ വിശ്വാസികൾ ഇതരമതസ്ഥരെ അന്യരായി കാണുന്നു. ഈ അന്യതാബോധം അവരെ മറ്റുള്ളവർക്കെതിരെ ശത്രുതാ മനോഭാവത്തോടെ കാണാൻ അവരെ പ്രേരിപ്പിക്കുന്നു. അപ്പൊ ഇത്തരം ഈ ശത്രുതാ മനോഭാവവും ഇത്തരം വിശ്വാസങ്ങളെയും നമ്മൾ തൂത്തെറിയേണ്ടതുണ്ട്. ഈ ഇതെല്ലാം ആളുകളുടെ ഭാവനാ സൃഷ്ടി മാത്രമേ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ യുക്തിചിന്തയും സയന്റിഫിക് ടെമ്പറും, അതായത് ശാസ്ത്രബോധവും ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ അറിവും നമ്മൾ പ്രചരിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ലോക യുക്തിചിന്താ ദിനത്തിൽ ഈ പ്രകടന പരിപാടി യുക്തിവാദി സംഘം തിരുവനന്തപുരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു.